പശുവിനെ ദേശീയമൃഗമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സമൂഹം. ബീഹാറിലെ ദർഭംഗയിൽ മുസ്ലിം സമൂഹം തെരുവിലിറങ്ങി പശുവിനെ ദേശീയമൃഗമാക്കണമെന്ന ആവശ്യം എഴുതിയ പ്ലക്കാർഡും ഏന്തിയായിരുന്നു പ്രകടനം. ബീഫ് കയറ്റുമതി നിരോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി TS ആദർശ് നമുക്കൊപ്പം ചേരുകയാണ്. ആദർശ്, വലിയൊരു നീക്കമാണ് അവിടെ മുസ്ലിം സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പശുവിനെ ദേശീയമൃഗമാക്കണം, ബീഫ് നിരോധനം അത് നടപ്പിലാക്കണം. അവർ കടുപ്പിച്ചിരിക്കുകയാണ്. മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു? രാഖി, മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വളരെ ശക്തമായി ഉയർന്നത്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. ഒപ്പം തന്നെ അവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നു. ഇതിപ്പോൾ ബീഹാറിലെ ദർഭംഗയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ചില മുസ്ലിം സംഘടനകളും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാളിന് ശേഷം വിവിധ സംഘടനകൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒപ്പം തന്നെ ബീഫ് കയറ്റുമതി നിരോധിക്കണം എന്നുള്ള ഒരു ആവശ്യവും മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ ഭാഗത്തു നിന്നും പശുവിനെ ദേശീയ മൃഗമാക്കുന്ന കാര്യം പരിഗണിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മുസ്ലിം സംഘടനകളാണ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയും ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പ്ലക്കാർഡുകൾ ഏന്തി പ്രകടനം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഇത്തരം ഒരു ആവശ്യം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ നിലവിൽ നടക്കുന്ന ഈ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രകടനം അടക്കമുള്ള ഇക്കാര്യങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയാണ്. കാരണം എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതുമല്ലെങ്കിൽ ചില പ്രകടനങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ ഏറെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാരും മറ്റ് വിവിധ അന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ കാണുന്നത്. കാരണം പതിവില്ലാതെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം ഉയരുന്നു. അതും വലിയ രീതിയിൽ മുസ്ലിം സമൂഹം തെരുവിലിറങ്ങി ഈ ആവശ്യം ഉന്നയിച്ച് പ്രകടനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികളടക്കം ശേഖരിക്കുകയും ചെയ്യുന്നത്. രാഖി, ശരി ആദർശ്, വളരെ വ്യക്തമാണ്. അതായത് ഈ മുസ്ലിം സമൂഹം പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢനീക്കങ്ങൾ ഉണ്ടോ, ചില ലക്ഷ്യങ്ങളുണ്ടോ, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ, അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദർശ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.